എല്ലായിടങ്ങളിലും ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ദുഃഖം. കാരണം നമുക്കറിയാമല്ലോ, മേപ്പാടി സ്കൂളൊക്കെ ഇല്ലേ, അന്ന് എത്ര കുഞ്ഞുങ്ങളാണ് അതിൽ പെട്ടുപോയത്. പിന്നീട് വെള്ളാർമല സ്കൂൾ ഒന്നടങ്കം മേപ്പാടിയിലേക്ക് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നാടൊട്ടുക്കുമുള്ള കുഞ്ഞുങ്ങൾ അവർ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും പിന്നീട് അവർ പ്രിയപ്പെട്ടവരായി മാറിയ അവരെ ഓർത്തെടുക്കുകയായിരുന്നു. ഒരു നിമിഷം മൗനം ആചരിക്കുകയായിരുന്നു. കാരണം സോലി, നമ്മൾ രാവിലെ വന്ന ആ നിമിഷം മുതൽ സങ്കടങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യൻ ദുഃഖത്തോടെ നിൽക്കുന്നത് മാത്രമാണ് കാണാൻ കഴിയുക. ഖബറിടങ്ങളെല്ലാം പൂക്കളാൽ മൂടപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ഒരു വർഷത്തെ അവരുടെ ഓർമ്മകളാണ് ഈ പൂക്കളായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ആ മനുഷ്യർ ഒരിക്കലും വിട്ടുപോകില്ല എന്ന ഓർമ്മകളാണ് ഈ പൂക്കൾ നമ്മളോട് പറയുന്നത്. അത്രമാത്രം സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു ഭൂമി, ഹൃദയഭൂമി. ഹൃദയഭൂമി നമ്മൾ എന്താ പറയുക? ഇവിടെ നേരത്തെ ആ റഷീദൊക്കെ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നോക്കൂ, ഇവിടെ മനുഷ്യർ ഉറങ്ങുന്നത് കാണുന്നില്ലേ? എല്ലാവരും അവരുടെ നാട്ടിൽ എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെ ഉറങ്ങുകയാണ്. അടുത്തടുത്ത് ഒരു ഭേദങ്ങളുമില്ലാതെ അവർ പരസ്പരം ചേർന്ന് കിടന്ന് ഉറങ്ങുകയാണ്. ആ നാടിൻ്റെ ഐക്യവും സ്നേഹവും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇവിടെ വരുന്ന മനുഷ്യർ അവരുടെ ബന്ധുക്കളുടെ കുടീരങ്ങളിൽ മാത്രമല്ല പുഷ്പാർച്ചന നടത്തുന്നത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, പക്ഷേ വീണ്ടും വീണ്ടും ഞാനത് പറയാൻ കാരണം എങ്ങനെയാണ് ഈ നാടിൻ്റെ ഒരു മനസ്സ് എന്ന് ഒന്നുകൂടി പുതിയതായി വന്നു ചേരുന്ന പ്രേക്ഷകരെ കൂടി അറിയിക്കാൻ വേണ്ടിയാണ് അത് വീണ്ടും വീണ്ടും പറയുന്നത്. അവർക്ക് ഇവിടെ ഉറങ്ങുന്ന എല്ലാ മനുഷ്യരും, ഈ 266 മനുഷ്യരും അവരുടെ കുടുംബമാണ്, അവരുടെ സ്വന്തമാണ്. ആ രീതിയിൽ ഇവിടെ വന്ന് അവരുടെ മുൻപിൽ, ഓർമ്മകൾക്ക് മുൻപിൽ പൂക്കൾ അർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഓർമ്മകൾ കഴിഞ്ഞ ഒരു വർഷം ആ ഓർമ്മകളെ മാത്രം മുറുകി പിടിച്ചാണ് അവർ ജീവിച്ചത്. മറ്റൊന്നും അവരുടെ ചിന്തകളിലോ അവരുടെ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. കടന്നുപോയതൊന്നും തിരികെ എടുക്കാൻ കഴിയാത്ത മനുഷ്യർ. നമ്മളൊക്കെ എത്രമാത്രം നിസ്സാരന്മാരാണ്, നമ്മൾ എന്തിനാണ് ഈ ലോകം മുഴുവൻ തിരിഞ്ഞ് പോർവിളികൾ നടത്തുന്നത് എന്നൊക്കെ ഈ സ്മൃതി കുടീരങ്ങളിൽ, ഈ ഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ തോന്നിപ്പോകും. അത്രമാത്രമാണ് മനുഷ്യ ജീവിതത്തിന് ഇത്രമാത്രമൊക്കെ ഉള്ളൂ എന്ന് ഇത് നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോഴിതാ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും പുത്തുമലയിലേക്കാണ് വരുന്നത്. പുത്തുമലയിൽ വന്ന് അവരുടെ ഓർമ്മകളിൽ പങ്കുചേർന്ന് ഇവിടെ എല്ലാവരും കൂട്ടുചേർന്നല്ലേ സ്വാലി, അങ്ങനെയല്ലേ? തീർച്ചയായും. രാവിലെ മുതൽ നമ്മൾ ഈ മനുഷ്യരുടെ ഒരു വേദനിക്കുന്ന മുഖങ്ങൾക്കിടയിൽ മാത്രമാണ് ആളുകൾ ഇങ്ങനെ വരുന്നു, കൂട്ടമായി വരുന്നു, പ്രാർത്ഥന നടത്തുന്നു, അതോടൊപ്പം പൂക്കളർപ്പിക്കുന്നു, അത് കഴിഞ്ഞ് അവർ മടങ്ങുന്നു. എല്ലാവരുടെയും ഖബറിടത്തിൽ എത്തുന്നു, പൂക്കളർപ്പിക്കുന്നു. അത് നമ്മളിങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ആളുകളിങ്ങനെ കരയുന്നത് വലിയൊരു സങ്കട കാഴ്ച തന്നെയാണ്. ഒരു വർഷമായിട്ടും ആളുകൾക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവരുടെ ഏറെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ഓർമ്മകളിൽ വളരെ വേദനയോടെ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അല്പസമയത്തിനകം ഇവിടെ മന്ത്രിമാരൊക്കെ ഇങ്ങോട്ട് എത്തും, ഈ ആളുകളുടെ അടുത്തേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഇവിടെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഇതിനായി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഇങ്ങോട്ട് നമുക്കറിയാം, ആളുകളൊക്കെ ഇവിടെ നിന്ന് മാറി താമസിച്ചവരാണ്. അത് ബന്ധുക്കൾക്കൊക്കെ ഇവിടെ എത്തുന്നതിന് KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇങ്ങനെ ആളുകൾക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു വലിയ വേദനയിൽ നിന്ന് മറികടക്കാൻ കഴിയാതെ വലിയ സങ്കടത്തിൽ ഇപ്പോഴും കുഞ്ഞുങ്ങളെ നഷ്ടമായവർ, അതോടൊപ്പം അച്ഛനും അമ്മയും നഷ്ടമായവർ, കുടുംബത്തോടെ ഇല്ലാതായി പോയവർ, അങ്ങനെ എല്ലാ ആളുകളും വലിയ വിഷമത്തിൽ ഇപ്പോഴും ഒരു വർഷമായിട്ടും അവർ അതിൽ നിന്നും മറക്കാൻ കഴിയുന്നതല്ലല്ലോ ഇതൊന്നും. ആളുകൾ ഇങ്ങനെ വീണ്ടും നമുക്കിവിടെ എത്തിയ കാഴ്ചകൾ, ആ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ ആളുകൾ നിൽക്കുന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നതും. തീർച്ചയായും സ്വാലി, ഇവിടെ നമ്മളിത് കാണുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില സ്മൃതി കുടീരങ്ങൾക്കൊന്നും കല്ലറകൾക്കൊന്നും ഈ പറയുന്ന 6 അടി നീളമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആകെ കിട്ടിയ ശരീരഭാഗങ്ങൾ മാത്രമാണ്. ആ ഭാഗങ്ങൾ മണ്ണിട്ട് മൂടിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ അത് ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വരികളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് ജയേഷേട്ടൻ മറ്റു വരികളിലേക്ക് പോയതുകൊണ്ട് അത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ ഇവിടുത്തെ ഒരു ദുഃഖം, ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്ന്. കാരണം ആ മനുഷ്യരുടെ മുഴുവൻ ശരീരഭാഗങ്ങൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ചിലരുടെയൊക്കെ കൈകാലുകൾ മാത്രമാണ് കിട്ടിയത്, ചിലർക്ക് അത്രയും പോലും ഉണ്ടായിരുന്നില്ല. ചിലരെ മുഴുവൻ ശരീരത്തോടെ കിട്ടി. ഒരു പെൺകുട്ടി കരഞ്ഞ് സ്മൃതി കുടീരത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ കല്ലറകൾക്കിടയിലൂടെ നടന്ന് എങ്ങനെയാണത് നിങ്ങളോട് സംസാരിക്കുക എന്നറിയില്ല. കാരണം രാവിലെ മുതൽ തന്നെ ഈ
കല്ലറകൾക്കിടയിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചൂരൽമലയിലോ മുണ്ടക്കയിലോ ഒന്നുമല്ല. ആ സങ്കടം മുഴുവൻ ഘനീഭവിച്ച് നിൽക്കുന്നത് ഈ പുത്തുമലയിലെ ഈ സ്മൃതി കുടീരത്തിലാണ്. കാരണം ഇവിടെയാണ് മനുഷ്യർ ഉറങ്ങുന്നത്. അവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ അവസാന ഓർമ്മകൾ ഉറങ്ങുന്ന ഇടമെന്ന് പറയുന്നത് ഇവിടെയാണ്. ആ ഇടത്തിലാണ് നമ്മളിങ്ങനെ ഏറ്റവും സങ്കടത്തോടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായി മാത്രം അത് എത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ കൂടി അനുഭവിക്കുന്നൊരു വേദന അത് ചെറുതല്ല.